നമ്മളിപ്പോ ഇങ്ങനൊരു കള്ളോടിയന്റെ വേഷത്തില് ജയസൂര്യ ചെയ്തു വെള്ളം എന്ന മൂവി. ആൾക്കാർ നല്ല ഭയങ്കരമായിട്ട് ആളെ പ്രശംസിച്ച ഒരു ക്യാരക്ടർ അത്, വെള്ളം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇപ്പൊ ആ ഒരു മൂവി കണ്ടിട്ട് അജു വർഗീസ് പറഞ്ഞായിരുന്നു, അജു വർഗീസിന് ഇങ്ങനെ കുടിക്കാനുള്ള ടെൻഡൻസി കൺട്രോൾ ചെയ്തത് ആ ഒരു മൂവി കണ്ട ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു മൂവിയിലും അങ്ങനെ പലർക്കും ഒരു പ്രചോദനമാണെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും അങ്ങനെ തോന്നും. കാരണം ഈ സിനിമയിലെ ടാഗ് തന്നെ നമ്മൾ സിനിമ ഉടൻ വഴി കാണിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്നാണ്. കാരണം അവർ വീട്ടിൽ ചെറുതായിട്ട് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, കഴിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ അഡിക്ഷനായി കഴിയുമ്പോൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും. അത് ഭാര്യയാവാം, സഹോദരിയാവാം, അമ്മയാവാം, പിന്നെ മക്കള്, കുട്ടികളാവാം. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മദ്യത്തിൻ്റെ ഏറ്റവും ദൂഷ്യമായ വശങ്ങളുള്ളൊരു സിനിമയാണ്. അത് ഒരിക്കലും കഴിക്കണമെന്ന് തോന്നത്തില്ല. കാരണം അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു കഥ, അതിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഒരാൾ ഫാമിലിയിൽ നിന്ന് എന്തോരം ഡിറ്റാച്ച് ആവുന്നു, ഫാമിലിയോട് സെപ്പറേറ്റ് ആവുന്നതിൻ്റെ ഒരു സൈഡിലായി തുടങ്ങുന്ന സിനിമ. അപ്പോൾ ഇപ്പം ഇനി ആക്ടർ എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ DOP എന്ന നിലയിൽ എന്തൊക്കെയായിരുന്നു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഇത്രയും വർഷം ഇപ്പം 32-33 സിനിമകളൊന്നും ചെയ്തു എന്ന് പറഞ്ഞത്. അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്. DOP എന്നുള്ള ലെവലിൽ മമ്മൂക്കയുടെ പടം ചെയ്തിട്ടുണ്ട്. ദി ട്രെയിൻ മമ്മൂക്കയായിട്ടുള്ള അനുഭവം ചെറുതൊന്നുമല്ല. കാരണം മമ്മൂക്കയോട് വർക്ക് ചെയ്യുമ്പോൾ എന്നെക്കാളും വലിയ സിനിമാറ്റോഗ്രാഫറാണ് പുള്ളി എന്ന് നമുക്ക് തോന്നുന്നു. ഓരോ മിനിറ്റിലും പുള്ളി വെറുതെ ഇങ്ങനെ നമ്മളൊരു മൊബൈൽ എടുത്താൽ വാട്സപ്പ് നോക്കി ഇൻസ്റ്റാഗ്രാം നോക്കുമായിരിക്കും. പുള്ളി എടുത്തു കഴിഞ്ഞാൽ വേറെ സെർച്ച് ചെയ്യുന്ന വേറെ റേഞ്ച് സാധനങ്ങളാണ്. ഞാൻ പ്രൊഫഷണൽ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും എനിക്ക് അറിഞ്ഞിടാത്ത ക്യാമറകളും കാര്യങ്ങളും മമ്മൂക്കയ്ക്ക് അറിയാം. അപ്പോൾ പിന്നെ ഞാൻ ജയരാജ് സാറിൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നത്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാത്രമേ സിനിമ ചെയ്തിട്ടുള്ളൂ, ആരെയും കൂടെ അസിസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ജയരാജ് സാറിൻ്റെ നായിക, ദി ട്രെയിൻ, പകർന്നാട്ടം, ഇതൊക്കെ ഞാൻ ചെയ്ത മൂവീസാണ്. ബേസിക്കലി ഞാൻ സാറിൻ്റെ ശിഷ്യനാണ്. സാറ് ഡയറക്ടറാണ്, ഈ ഫോട്ടോഗ്രാഫിയിലൊരു ഗുരുവില്ല. അതെ. എന്നാലും ഇപ്പം നമ്മൾ പറയാറുണ്ട് ക്യാമറ പലപ്പോഴായിട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് തന്നെ ഒരു സോൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് നോർമലി ഇട്ട ഒരു ക്യാമറ ഷൂട്ട് ചെയ്യുന്നതും കാണുന്നു, പക്ഷെ ആ ഒരു എന്താ പറയാ, ആ ഒരു വിഷ്വലിന് മീനിങ് കൊടുക്കുന്നെങ്കിലും നല്ലൊരു DOPക്ക് പറ്റുള്ളൂ. നമുക്ക് ഇപ്പൊ മൂവ്മെന്റ് ആണെങ്കിൽ തന്നെ റിതം ഓഫ് പാനിങ്, റിതം ഓഫ് മൂവിങ്, ഇപ്പൊ ജിബ്, ട്രാക്ക്, ട്രോളിയൊക്കെ ഇടുന്നതിന് നമുക്ക് 3 ഡയമെൻഷൻ വരുത്താൻ വേണ്ടി നമ്മുടെ ക്യാമറ നോർമലി കാണുന്ന എല്ലാം 2D ആണ്, ഒറ്റക്കണ്ണൻ ആണ് ഈ ക്യാമറ. പിന്നെ വെച്ചാൽ മൂഡ് ഓഫ് ലൈറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ചെയ്ത് ഒരാളെ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറേ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളെ ഭയങ്കര സാഡ്നെസ് തോന്നിപ്പിക്കാൻ പറ്റും. തിരിച്ച് നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരാളുടെ മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഥ ആവശ്യപ്പെടുമ്പോഴാണോ അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞിട്ടാണോ ലൈറ്റ് സ്ക്രിപ്റ്റ് നോക്കുമല്ലോ, സ്ക്രിപ്റ്റ് നോക്കി അത് അതെ നമ്മളും ഡയറക്ടർ പക്ഷേ ഒരു ഡയറക്ടർ നല്ല ഒരു ലൈറ്റിംഗ് ടെക്നീഷ്യനോ DOP ആവണമെന്നില്ലല്ലോ. അപ്പോൾ കൂടെ ഇപ്പോൾ ഒരു സിനിമയുടെ അച്ഛനും അമ്മയും ഡയറക്ടറും ക്യാമറമാനും പറയാനുണ്ട്. ആരാണ് അച്ഛൻ ആരാണ് അമ്മയെന്ന് അറിയില്ല, പക്ഷേ ഡയറക്ടറും ക്യാമറമാനും പറയാനുണ്ട്, സിനിമയുടെ അച്ഛനും. അപ്പോൾ അതൊരു കൂട്ടായിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് സൈഡിൽ ഇപ്പോൾ നൈറ്റ് സീൻ ആണെങ്കിൽ എങ്ങനെ ലൈറ്റ് ചെയ്യണം എന്നൊന്നും ഡയറക്ടർ പറഞ്ഞു തരത്തില്ല. പക്ഷേ അത് പിന്നെ ആ നൈറ്റ് സീനിൽ തന്നെ അതൊരു ഹൊററാണോ അല്ലെങ്കിൽ ഒരു സാഡ്നെസ് മൂഡാണോ എന്നുള്ളത് ലൈറ്റ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മൂവ്മെൻറ്റ് വെച്ചിട്ടും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈറ്റ് സീൻ, നമ്മൾ ഫൈറ്റ് സീൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഷോട്ടിൻ്റെ ലെങ്ത് ചിലപ്പോൾ ഒരു 1/2 സെക്കൻഡ്, ഒരു 12 ഫ്രെയിം 14 ഫ്രെയിം ഒക്കെ ആയിരിക്കും. അത് മാത്രമല്ല ഭയങ്കര വെച്ചാൽ ഷെയ്ക്കി ആയിരിക്കും. ഒരു ഫൈറ്റ് സീൻ കണ്ടാൽ ഭയങ്കര ഷെയ്ക്കായിരിക്കും. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഹാർട്ട് ബീറ്റ് കയറും. അതേപോലെ നമുക്കൊരു പാട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പാട്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ചിലപ്പോൾ സ്ലോ മോഷൻ ആയിരിക്കും, ചെറിയ മൂവ്മെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സൈക്കിക്കിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്.